മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്നലെയാണ് ബാരാമതിയിൽ വിമാനം തകർന്ന് വീണ് മരിച്ചത്. 2 പതിറ്റാണ്ടിനിടെ മഹാരാഷ്ട്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന 5ാമത്തെ പ്രബല നേതാവാണ് അജിത്. കോൺഗ്രസ് നേതാവ് പവൻ രാജ് നിംബാൽക്കർ, BJP മുൻ ദേശീയ സെക്രട്ടറി പ്രമോദ് മഹാരാജ്, മഹാരാഷ്ട്ര BJP ഉപമുഖ്യമന്ത്രി ഗോപിനാഥ് മുണ്ടെ, BJPയുമായി സഖ്യത്തിലിരുന്ന ശിവസേന അധ്യക്ഷൻ വിനായക് മീട്ടെ എന്നിവരാണ് ദുരൂഹത ബാക്കിവെച്ച് മൺമറഞ്ഞ മഹാരാഷ്ട്രയിലെ മറ്റു പ്രമുഖർ. 2006 ജൂണിലാണ് കോൺഗ്രസ് നേതാവ് പവൻ രാജ് നിംബാൽക്കർ കാറാപകടത്തിൽ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ വളർച്ചയിൽ അസൂയ പൂണ്ട് ബന്ധുവും NCP നേതാവുമായ പദം സിംഗ് പട്ടേൽ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. NDA സഖ്യകക്ഷി നേതാവായ വിനായക് മീട്ടെയുടെ മരണവും കാറാപകടത്തിലായിരുന്നു. 2002 ഓഗസ്റ്റിൽ മുംബൈ പുനെ എക്സ്പ്രസ് ഹൈവേയിലാണ് ഇദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രക്കാരനായ BJP മുൻ ദേശീയ ജനറൽ സെക്രട്ടറി പ്രമോദ് മഹാരാജിനെ വെടിവെച്ച് കൊന്നതാണ്. 2006 ഏപ്രിൽ 22 ഫ്ളാറ്റിൽ വെച്ച് പ്രമോദ് മഹാജനെ ഇളയ സഹോദരൻ പ്രവീൺ മഹാജൻ വെടിവെക്കുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന മഹാജൻ 2006 മെയ് 3 മരണത്തിന് കീഴടങ്ങി. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട പ്രവീൺ പരോളിലായിരിക്കെ 2010 പക്ഷാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ഈ മരണത്തിലെ ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. മഹാജന്റെ സഹോദരി ഭർത്താവായ ഗോപിനാഥ് മുണ്ടെ 2014 ജൂൺ 3 ഡൽഹിയിൽ കാറപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ രാവിലെ വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ തിരിമറിയെക്കുറിച്ചുള്ള തെളിവുകൾ ഇദ്ദേഹത്തിന്റെ പക്കലുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയതാണെന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. രാജ്യത്ത് വിമാനാപകടങ്ങളിൽ സമീപകാലത്ത് മരിച്ചത് 3 ഉന്നതരാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി BJP നേതാവുമായ വിജയ് രൂപാണിയാണ് അജിത് പവാറിന് തൊട്ടു മുമ്പ് മരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രമുഖൻ. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യ ബോയിങ് 787 യാത്രാ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണാണ് രൂപാണിയുടെ മരണം. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് മരിക്കുന്നത് വിമാനാപകടത്തിലാണ്. സൈനിക ഹെലികോപ്റ്റർ തകർന്നായിരുന്നു ആ മരണം. അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ 2021 തമിഴ്നാട്ടിലെ താനൂരിനടുത്ത് വെച്ച് തകർന്നു വീഴുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാതുളികയും മറ്റു 12 പേരും ഈ അപകടത്തിൽ തൽക്ഷണം മരിച്ചു. 2023 NCP പുലർത്തി BJP പാളത്തിലേക്ക് കൂറുമാറിയ അജിത്ത് ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ ഞെട്ടിക്കുന്ന ദുരന്തം ഉണ്ടായിരിക്കുന്നത്. മമത ഉൾപ്പെടെയുള്ളവർ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എതിരാളികളെ ഇല്ലാതാക്കാനായി അപകട മരണങ്ങൾ സൃഷ്ടിക്കുന്നത് മാനവികതയ്ക്ക് ഒട്ടും ഭൂഷണമായ കാര്യമല്ല.